ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. ബി.ജെ.പിയുടെ പ്ലാൻ എ മാറ്റിവെച്ചുകൊണ്ട് ദേശീയ നേതൃത്വം ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്ന പ്ലാൻ ബി ആണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ലോട്ടസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം. ഇന്നലെ പത്മജ വന്നു, ഇന്ന് എസ് രാജേന്ദ്രൻ CPM-ന്റെ നേതാവ് എത്തുന്നു. ഇതാ ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. കോൺഗ്രസിൻ്റെയും ഘടകകക്ഷിയുടെയും ഉൾപ്പെടെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ, 3 മുതിർന്ന നേതാക്കൾ അധികം വൈകാതെ ബി.ജെ.പിയിലേക്ക് എത്തുന്നു, ബി.ജെ.പിയിലേക്ക് ജോയിൻ ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ എല്ലാം കേരളത്തിലേക്ക് എത്തുന്ന പ്രമുഖരായ നേതാക്കളുടെ എല്ലാം, മറ്റു പാർട്ടികളിൽ നിന്നെത്തുന്ന നേതാക്കളുടെ എല്ലാ നിയന്ത്രണവും അവർ സംസാരിക്കുന്നതെല്ലാം ദേശീയ നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ പിടിപാടുകളൊന്നും തന്നെ ഇല്ല. ആരൊക്കെയാണ് ഈ പാർട്ടിയിലേക്ക് വരുന്നതെന്നോ ഇല്ലെങ്കിൽ എപ്പോൾ വരുമെന്നോ അറിയില്ല. ഏതായാലും പത്മജ എത്തിയത് കെ സുരേന്ദ്രൻ്റെ കൂടി അറിവോടെ ആയിരുന്നു. എന്നാൽ മറ്റ് ഈ 3 പേർ എത്തുന്നത് അത്തരത്തിലാണോ എന്നറിയില്ല. ഏതായാലും ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ടാണ് ഇത്തരം നേതാക്കളെ ബി.ജെ.പിയിലേക്ക് എത്തിക്കുന്നത്. ഉടൻ തന്നെ അധികം വൈകാതെ 2-3 ദിവസത്തിനുള്ളിൽ പ്രമുഖരായ 3 കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് എത്തും. അതിലൊരു ഘടകകക്ഷി നേതാവുണ്ട് എന്നുകൂടിയാണ് സൂചന പുറത്തു വരുന്നത്. ഏതായാലും ഒരു വലിയ വാർത്ത തന്നെയാണ്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെ കടപുഴക്കുന്നതോടൊപ്പം തന്നെ CPM കോട്ടകളിൽ കടന്ന് വിള്ളലുണ്ടാക്കാനും ബി.ജെ.പിക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.